എല്ലാവർക്കും നമസ്കാരം. സ്റ്റൈലിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 9 of cups, 5 of cups, King of cups, Hermit, Queen of pentacles, 2 of pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 9 of cups and Queen of pentacles എനർജിയാണ്. വളരെ സുന്ദരമായിട്ടുള്ളൊരു മാസമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ. ഒത്തിരി സുന്ദരമായിട്ടെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. സുന്ദരമായിട്ടുള്ളൊരു മാസം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ സൗന്ദര്യത്തെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് ഉപഹാരങ്ങൾ ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാവും, പുഷ്പങ്ങൾ ലഭിക്കുന്നുണ്ടാവും, അതേപോലെ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനങ്ങളായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ മാസത്തിൽ എന്തൊക്കെയോ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ പിറന്നാളോ മറ്റു കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ അതാകാം. അതല്ല എങ്കിൽ കൂടിയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് കിട്ടുന്നുണ്ടാവും, ഭംഗിയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ വെറുതെ നിങ്ങൾ കടയിൽ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കുന്നതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് ഒരു കാരണമില്ല എങ്കിൽ പോലും ഭംഗിയുള്ള വസ്തുക്കൾ, കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്മാനമായിട്ടും അല്ലെങ്കിൽ അല്ലാതെ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒത്തിരി സുന്ദരമായിട്ടുള്ളൊരു മുഹൂർത്തം ജീവിതത്തിൽ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, നമ്മൾക്ക് എന്നെന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ജീവിതത്തിലേക്ക് വരുന്നു. ചില ആളുകളെ സംബന്ധിച്ച് ഇത് പ്രഗ്നൻസി ആവാം. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പലരുടെയും ജീവിതത്തിൽ അടുത്തിടെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അതൊരു പ്രഗ്നൻസി സിറ്റുവേഷൻസ് ആകാൻ സാധ്യത കൂടുതലാണ്. ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും സന്തോഷ വാർത്ത. ചില ആളുകൾക്ക് ട്വിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾ ഈ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം. അല്ലാത്തവരെ സംബന്ധിച്ച് കുടുംബത്തിൽ, ഫാമിലിയിൽ എന്തോ സന്തോഷം പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആഘോഷം ഉണ്ടാകുന്നുണ്ട്. വലുതിൽ ഇനി ചെറുതാണെങ്കിൽ പോലും വളരെ സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 5 of cups and hermit മോഡാണ്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ അടുത്തിടയ്ക്കായിട്ട് ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, നിങ്ങൾ എപ്പോഴും ആങ്സൈറ്റി, സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ബാധിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയില്ല. നിങ്ങൾക്കൊരു ചുറ്റും അങ്ങനെ ഒരു സൗഹൃദ വലയം ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. കാരണം അതൊന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടില്ലാത്തതായതുകൊണ്ട് പലപ്പോഴും അവർക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതങ്ങനെയല്ല എന്നൊക്കെ പല കാര്യങ്ങളും, നിങ്ങളുടെ അനുഭവങ്ങൾ, വികാരങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു കൗൺസിലറോ സൈക്കാട്രിസ്റ്റിനെ കാണുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഏതെങ്കിലും വഴിയിലൂടെ കണ്ടുമുട്ടുന്ന, നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. നിങ്ങൾ ചിലപ്പോൾ ലൈബ്രറിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ യാത്രയിൽ ട്രെയിനിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നു. ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് മാറുന്നു. അതൊരു വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് വരുന്ന അങ്ങനെ ഒരു വ്യക്തിയാവാം. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ, നിങ്ങൾ പറയുന്ന കേട്ടിരിക്കുന്ന ഒരാളാണ് തൽക്കാലം നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ കേട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഫാമിലി ലൈഫിൽ ചില ആളുകൾക്ക് ഫാമിലിയിൽ അങ്ങനെ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഫാമിലിയിൽ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നതൊക്കെ ഭ്രാന്താണെന്ന് വേണമെങ്കിൽ അവർ പറയാം.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു നല്ലൊരു സുഹൃത്ത് എന്നുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ 5 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തിടയ്ക്ക് സാമ്പത്തിക നേട്ടങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൊണ്ടുവരുന്ന ഒരു മാസമാണ്. അതേപോലെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് പ്രതിസന്ധികളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം ഈ ഒരു മാസം. സാമ്പത്തികമായിട്ട് വലിയ ചിലവൊന്നും ഇല്ലാത്ത, വലിയ രീതിയിൽ മാറ്റങ്ങൾ അഥവാ വന്നില്ലെങ്കിൽ പോലും വലിയ ചിലവൊന്നും വരാത്ത മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. പൈസ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന മാസമാണ്. കുറച്ചധികം നാളായിട്ട് എപ്പോഴും ഒന്നും കയ്യിൽ നിൽക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, നിങ്ങൾ എന്തോ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളൊരു സാമ്പത്തികം, അതായത് ഒരു ഇൻകം സോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും വരുന്നതായിരിക്കാം. അതിലൂടെ സാമ്പത്തിക നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു നേട്ടം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അത് വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ചില ആളുകൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മെച്ചുറായി വരുന്ന സമയമാണ്. അപ്പോൾ കുറച്ചധികം പൈസ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതിൽ വീണ്ടും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ കിട്ടുന്ന പൈസ നിങ്ങൾ വീണ്ടും പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ലാഭമെങ്കിലും പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്നു എന്നുള്ളതാണ്. അതായത് പൈസ എങ്ങനെ ചിലവാക്കണം, എവിടെ ചിലവാക്കണം എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനുള്ള കാര്യം, നിങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് തന്നെയാണ്, മേൽഗതി തന്നെയാണ്. എന്നിരുന്നാലും അതിന് കൂടാതെ നിങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഒരു വരുമാനം എങ്ങനെ തുടങ്ങാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുക മാത്രമല്ല അങ്ങനെ ഒരു വരുമാനത്തിനുള്ളൊരു അവസരവും വരുന്നുണ്ട്. അപ്പോൾ സൈഡായിട്ടൊരു ബിസിനസ് പോലെ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട്, സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് ഒക്കെ ജീവിതം കൊണ്ടുപോകാമെന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിലേക്ക് നിങ്ങൾ നീങ്ങാണ്. നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ. അതായത് പൈസ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളിപ്പോൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാം വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വസ്ത്രം പോലും എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ സെൽഫ് കെയറിന് വേണ്ടി കുറച്ച് ചിലവാക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ആദ്യമായിട്ടൊരു വസ്ത്രം വാങ്ങിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഒരു ബാഗോ ഒരു ചെരുപ്പോ, അല്ലെങ്കിൽ അതായത് നിങ്ങൾ സാധാരണ വാങ്ങിക്കുന്ന പോലെ ഒരു ചെരുപ്പ് പൊട്ടി പോയതിനു ശേഷം പുതിയത് വാങ്ങിക്കുക എന്നുള്ള രീതിയിലല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഒരു വില കൂടിയ ഒരു ചെരുപ്പോ ഒരു വസ്ത്രമോ മറ്റെന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അമ്മമാർ, കുട്ടികളുടെ പുറകെയുള്ള ഓട്ടം, അല്ലെങ്കിൽ കുട്ടികളെ അമിതമായിട്ട് കെയർ ചെയ്യുന്ന രീതിയിൽ എപ്പോഴും അവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതിൽ നിന്ന് അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കുകയും അതേസമയം തന്നെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. പക്ഷേ ഓവറായിട്ട് അവരുടെ പുറകെ നടന്ന് ഇന്നത് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ മാറ്റം വരുത്തുന്നതായിട്ടുള്ളൊരു സൂചന ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു ഓർഫനേജിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും തരത്തിൽ അനാഥാലയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ സാമ്പത്തിക സഹായം ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു എനർജി 5 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും അനാഥാലയമോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ മുഴുവൻ ചെലവ് ഏറ്റെടുക്കുന്ന കാര്യം